പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, നാം എല്ലാവരും ഒരുമിച്ചുകൂടുന്നത് നബിയുടെ ജന്മദിനത്തിലാണല്ലോ. നമ്മുടെ മുത്തനബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ഒരു സംഭവ ചരിത്ര കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തനബി അലൈഹി സ്വലാത്തു വസ്സലാമും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വല്ലാത്ത സുഗന്ധം മുത്തനബിക്ക് അനുഭവപ്പെട്ടു. ആശ്ചര്യം കൊണ്ട് ഹബീബ് ജിബ്രീലിനോട് ചോദിച്ചു, ഓ ജിബ്രീലേ, ഈ മണം എവിടെ നിന്നാണ് വരുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാ ഖബറിൽ നിന്നാണ് വരുന്നത്. ഖബറോ? ഏത് പ്രവാചകന്റെ ഖബറാണ് അത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പ്രവാചകന്റെ ഖബറല്ല, ഒരു അടിമപ്പെണ്ണിന്റെയും തന്റെ 3 മക്കളുടെയും ഖബറാണ് അത്. അടിമപ്പെണ്ണോ? ആ അടിമപ്പെണ്ണ് എന്ത് പുണ്യമാണ് ചെയ്തത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സംഭവം വിവരിച്ചു കൊടുത്തു. ഇനിയാണ് എൻ്റെ കഥ തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഞാനാണ് റബ്ബ്, ഏറ്റവും വലിയ റബ്ബ് എന്ന ധിക്കാരും അഹങ്കാരമായ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. പേര് മാഷിദ. മാഷിദ ബീവി ആരും അറിയാതെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാഷിദ ബീവിയെ വിളിച്ചു പറഞ്ഞു, മാഷിദ, നീ എന്തു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം വിസ്മിച്ചല്ലേ തുടങ്ങുക. അങ്ങനെ ഇരിക്കെ മാഷിദ ബീവി തന്റെ മകളുടെ തലചീക്കാനായി ചെറുപ്പെടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു. ആ ബിസ്മി ധിക്കാരിയായ ഫിറൗനിന്റെ കാതിലെത്തി. വെറും തന്റെ കൊട്ടാരത്തിൽ അടിമപ്പെണ്ണായി താമസിക്കുന്നവൾ ഇസ്ലാം മതം സ്വീകരിച്ചെന്നറിഞ്ഞപ്പോൾ ഫിറൗനിന്റെ രക്തം തിളക്കാൻ തുടങ്ങി. അരിശം പോണ്ട ഫിറൗൻ മാഷിദ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാഷിദ, എത്രയും വേഗം നീ അതിൽ നിന്ന് പിന്മാറണം. ഞാനാണ് റബ്ബ്, ഏറ്റവും വലിയ റബ്ബ്. പക്ഷേ മനസ്സിൽ ഈമാനുണ്ടായ മാഷിദ ബീവി അതിൽ പിന്തിരിഞ്ഞില്ല. അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഫിറൗനും കൂട്ടരും തീരുമാനത്തിലായി. അവരെ കൊന്നുകളയാം. അങ്ങനെ ഒരു വലിയ തീക്കുണ്ടമാക്കി അതിൽ തീ കൊടുത്തി വലിയൊരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു മാഷിദ ബീവിയെയും 3 മക്കളെയും അതിന് മുമ്പിൽ കൊണ്ടുവന്ന് പറഞ്ഞു, മാഷിദ, ഇത് നീക്കുള്ളതല്ല, നിന്റെ 3 മക്കൾക്കുള്ളതാണ്. എന്ത് പറയുന്നു? നീ വിശ്വസിച്ച മതത്തിൽ നിന്ന് പിന്മാറുന്നു? ഇല്ല, ഒരിക്കലുമില്ല. താങ്കൾ എന്നെ തുണ്ടം തുണ്ടമായി കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും ഞാൻ വിശ്വസിച്ച ഇസ്ലാമിൽ നിന്ന് പിന്നോട്ടില്ല. മാഷിദ ബീവിയുടെ മൂത്ത കുട്ടിയെ തിളക്കുന്ന എണ്ണയുടെ മുമ്പിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന്? യാ അല്ലാഹ്, എന്തൊരു ഭയാനത! ഏതൊരു മാതൃത്വത്തിനടുത്ത് താങ്ങാൻ കഴിയുന്നത്? പക്ഷേ മാഷിദ ബീവി ഓടിത്തന്ന് തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, റബ്ബിന്റെ രാജസന്നതിലേക്ക് സ്വർഗ്ഗാരംഭത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അങ്ങനെ മാഷിദ ബീവിയുടെ മുന്നിൽ വെച്ച് 2 മക്കളെയും അവർ കരിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവസാനം വെറും 8 മാസം പ്രായമുള്ള താലോലിച്ച് താരാട്ട് പാടിയിട്ട് മുത്തം കവിളിൽ കൊടുത്തിട്ട് കൊതിത്തിരുന്നിട്ടില്ല, ലാടിച്ചു ആശ്വസിച്ചിരുന്നിട്ടില്ല. ആ മകളെയാണ് ഇനി കരിച്ചു കളയാൻ പോകുന്നത്. മാഷിദ ബീവി വിവാഹിട്ട് കരിയുകയാണ്. അത് കണ്ട ഫിറൗനും കൂട്ടരും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. വെറും 8 മാസം പ്രായമുള്ള തന്റെ പിഞ്ചുമകൾ തിളക്കുന്ന എണ്ണയുടെ മുമ്പിൽ നിന്ന് ഉമ്മയോട് പറയുന്നു, ഉമ്മ, കരിയല്ലേ, ഉമ്മ, വിഷമിക്കല്ലേ, ഉമ്മ, ഞങ്ങൾ സ്വീകരിച്ചത് ഇസ്ലാമല്ലേ, ഉമ്മ, സ്വർഗ്ഗാരംഭത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. തന്റെ പിഞ്ചു പൈതലിന്റെ ആശ്ചര്യത്തോടുള്ള വാക്ക് കേട്ട മാഷിദ ബീവി ഓടിച്ചെന്ന് തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, അഹദ് അഹദ് അല്ലാഹു സമദ്. അങ്ങനെ അവർ ആ മകളെയും കരിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്റെ 3 മക്കളെയും കരിച്ചു കളഞ്ഞ മാഷിദ ബീവി ഫിറൗനിന് അവസാനത്തെ ചോദ്യം, ഇനി നീയാണ് ഈ ചട്ടിക്കിരയാവാൻ പോകുന്നത്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? മാഷിദ ബീവി പറഞ്ഞു, താങ്കൾ എന്നെയും കരിച്ചു കളഞ്ഞ ശേഷം എന്റെ കരിച്ചു കളഞ്ഞ 3 മക്കളെയും ആ ഖബറിൽ തന്നെ വെക്കണം. അങ്ങനെ അവർ മാഷിദ ബീവിയും കരിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാഷിദ ബീവി പറഞ്ഞതുപോലെ തന്നെ തന്റെ 3 മക്കളെയും ആ ഖബറിൽ തന്നെ അടക്കിയത്. ആ ഖബറാണ് നബിയെ ഈ ഖബറ്. ഇതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ മൗനതയിലെത്താൻ കാരണം. എന്റെ കഥ കേട്ട എല്ലാ കൂട്ടുകാരും ചിന്തിക്കണം, ഇവർ എത്രമാത്രമാണ് ഇസ്ലാമിനെ മുറുകെ പിടിച്ചത്, എത്രമാത്രമാണ് ഇസ്ലാമിനെ വിലി കൽപ്പിച്ചത്. അതിൽ നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.
ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.